മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു തന്നെ അവോയ്ഡ് ചെയ്യുന്നത് സാഗറുമായിട്ടുള്ള ഇഷ്ടത്തെ തുടർന്നാണെന്നുള്ള കാര്യം മേഘൻ കണ്ടുപിടിക്കുന്നു. അതായത് സാഗറും മഞ്ജുവും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങുന്ന കാര്യം മേഘൻ കാണുന്നു. ഇതിനെ തുടർന്ന് വീട്ടിൽ വന്ന മഞ്ജുവിൻ്റെ കൂടെ ബഹളമുണ്ടാക്കി കാര്യം തിരക്കി അറിയുന്നുണ്ട്. അന്നേരം കലിയിളകിയ മഞ്ജു പറയുന്നുണ്ട്, എനിക്ക് തന്നെ പോലൊരു ചതിയനോടൊപ്പം മുന്നോട്ട് ജീവിക്കാൻ താല്പര്യമില്ല. ഞാനും സാഗറുമായിട്ട് കുറച്ച് നാളുകൊണ്ടേ പ്രേമത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തരണം. ഇയാളുടെ എല്ലാ കള്ളക്കളിയും ഞാൻ കണ്ടുപിടിച്ചതാണ്. ഇയാളുടെ കള്ളക്കളി കണ്ടുപിടിക്കുന്നതിനും എന്നെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് സാഗർ. അതുകൊണ്ട് തന്നെ എനിക്കിനി സാഗറിനെ മറക്കാനാകില്ലെന്ന് മഞ്ജു തറപ്പിച്ച് പറയുമ്പോൾ മേഘൻ വല്ലാതെ ഷോക്കാവുന്നുണ്ട്. എൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർക്കാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. കൊല ഒളിക്കാനും എനിക്ക് മടിയില്ല എന്നുള്ള കാര്യം നിനക്കറിയാലോ എന്ന് മേഘൻ കടുപ്പിച്ച് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല മഞ്ജുവിൻ്റെ ഫോൺ തട്ടിപ്പറിക്കുകയും ചെയ്ത് മുറിയിൽ പൂട്ടിയിടുന്നുണ്ട്. മേഘൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. അതായത് സാഗറും മഞ്ജുവും തമ്മിൽ പ്രേമത്തിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി എന്നുള്ള കാര്യം സാഗറിനെ അറിയിക്കാൻ മഞ്ജുവിന് യാതൊരു നിവൃത്തിയുമില്ല. ഇതൊന്നും അറിയാതെയാണ് സാഗർ ഇരിക്കുന്നത്. അതേസമയം മേഘൻ സാഗറിനെ കാണാനായിട്ട് പോകുന്നു. അങ്ങനെ കാര്യങ്ങൾ തിരക്കുമ്പോഴാണ് മേഘന് മനസ്സിലാകുന്നത് സാഗർ മാർക്കോ എന്ന് പറയുന്നവൻ്റെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നതെന്നുള്ള കാര്യം. മാർക്കോയുടെ വീട്ടിൽ കയറി സാഗറിനെ ഉപദ്രവിക്കാൻ മേഘന് ധൈര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ വിവരം എത്രയും പെട്ടെന്ന് അമ്മായിയെ അറിയിച്ച് അമ്മായിയും കൊണ്ട് തന്നെ മഞ്ജുവിനെ ഉപദേശിച്ച് നോക്കിയാലോ എന്ന് തീരുമാനിക്കുന്നു. എന്തായാലും ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. അവൾ എന്തായാലും വഴി പിഴച്ചു പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് കാര്യങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സ് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ കോടിക്കണക്കിന് സ്വത്തുക്കളുടെ ഉടമയാണ് അവൾ. അവൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നാളെ ഒരു നല്ല ഭാവി ഉണ്ടാകൂ. മാത്രമല്ല സ്വത്തെല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അത്രയ്ക്ക് അഹങ്കാരമാണെങ്കിൽ അവളെ അങ്ങ് തീർത്താലും ഒരു കുഴപ്പമില്ലല്ലോ. ഒരു അപകട മരണമാണെന്ന് വരുത്തി തീർത്താൽ പോരെ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നു. അങ്ങനെ നേരെ കമലേശ്വരം വീട്ടിലേക്ക് മേഘനാഥൻ ചെല്ലുന്നു. മേഘനെ കണ്ട് ദുർഗാമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. വാ മോനെ കയറി വാ, എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ മഞ്ജുമോൾ വന്നില്ലേ എന്നൊക്കെ തിരക്കുന്നു. മഞ്ജുവിൻ്റെ ഒരു പുതിയ വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നിങ്ങളുടെ മോള് മഞ്ജു ഇല്ലേ, മഹാലക്ഷ്മിയുടെ പിന്നാലെ മുമ്പൊരുത്തം നടന്നില്ലേ സാഗർ എന്ന് പറയുന്നവൻ, അവനെ കണ്ണൻ കമ്പനിയിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കിയതല്ലേ മഹാലക്ഷ്മിയോട് മോശമായി പെരുമാറിയതിൻ്റെ പേര്. അവനുമായിട്ട് നിങ്ങളുടെ മോക്കിപ്പം പ്രേമം തുടങ്ങി പോലും. ദേ മേഘ, വെറുതെ എൻ്റെ മോളെ പറ്റി അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളുടെ ഭർത്താവ ചേട്ടൻ്റെ മോനാന്നുള്ള ആ ബന്ധമൊക്കെ ഞാനങ്ങ് മറക്കുകയെ എന്ന് കലിയോടെ ദുർഗാമ്മ പറയുന്നു. എനിക്കറിയാം അമ്മായി ഇതൊട്ടും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന്. എല്ലാം കൈയോടെ പൊക്കിയതിന് ശേഷം അവളോട് ചോദ്യം ചെയ്തപ്പോൾ അവളുടെ വായിന്ന് കേട്ട സത്യമാണ്. അവൾക്ക് എന്നേക്കായും ഇഷ്ടം സാഗറിനെയാണ്. എന്നോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല. അവൾ ഇനി സാഗറിനോടൊപ്പം താമസിക്കാൻ പോകുകയാണെന്ന്. അമ്മായി ഞാനെന്ത് വേണമെന്ന് പറ. അതെല്ലാം കേട്ട് ആകെ അങ്ങ് ഷോക്കാവുന്നുണ്ട് ദുർഗാമ്മ. ദുർഗാമ്മ ചോദിക്കുന്നു, നീ എന്തൊക്കെയാ മേഘ ഈ പറയുന്നത്? ഇതൊക്കെ സത്യമാണോ? വിശ്വസിക്കാമോ? മഞ്ജുമോൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. കുട്ടിക്കാലം മുതലേ അവൾക്ക് നിന്നെയായിരുന്നു ഇഷ്ടം. നിന്നെ കല്യാണം കഴിക്കണമെന്നുള്ള വാശിയിലല്ലയോ കണ്ണനെ പോലും എതിർത്ത് ഇങ്ങനൊരു വിവാഹത്തിന് മുന്നിട്ട് നിന്നത്. എന്നിട്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. വിശ്വസിച്ചേ മതിയാകൂ അമ്മായി. ഞാൻ കള്ളമൊന്നും അല്ല പറയുന്നത്, സത്യമാണ്. ചിലപ്പോൾ ആ കണ്ണനും മഹാലക്ഷ്മിയും കൂടി ചേർന്ന് എൻ്റെ കുടുംബജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പ്രേമനാടകമാണോ, അതിൽ മഞ്ജു അകപ്പെട്ടതാണോ എന്നാണ് എനിക്ക് സംശയം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് കണ്ണനും മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നു. എന്താ എൻ്റെ പേര് പറയുന്നത്? ഞാൻ നിങ്ങളോടൊക്കെ എന്ത് ചെയ്തെന്നാ? നിങ്ങൾ എന്നോട് ചെയ്ത ക്രൂരത വെച്ച് നോക്കുമ്പോൾ ആർക്കും ഒരു ദ്രോഹം വരാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ ഒന്നും ചെയ്തിട്ടില്ലേ? നിൻ്റെ ഒരു ഉറ്റ സുഹൃത്തുണ്ടല്ലേ, ഒരു ഗുണ്ടയെന്ന് പറയുന്നവൻ, അവൻ്റെ കൂടെ നടക്കുന്ന ഒരുത്തനുണ്ടല്ലേ നിൻ്റെ ഭാര്യയുടെ മുൻ കാമുകൻ, അവൻ എൻ്റെ മോളുമായിട്ട് ഇപ്പം പ്രേമത്തിലാണെന്ന് പോലും. എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറ എന്ന് കണ്ണൻ പറയുന്ന സമയത്ത് വീണ്ടും ദുർഗാമ്മ പറയുന്നുണ്ട്, നിൻ്റെ ഒരു ഉറ്റ സുഹൃത്ത് ഗുണ്ടയായിട്ടുള്ള ആ മാർക്കോ ഇല്ലേ, മാർക്കോയുടെ കൂടെ ഒരുത്തൻ നടക്കുന്നുണ്ടല്ലേ നിൻ്റെ ഭാര്യയുടെ പിറകെ മുമ്പ് നടന്ന സാഗർ എന്ന് പറയുന്നവൻ. ആ സാഗർ എന്ന് പറയുന്നവനുമായിട്ട് മഞ്ജുവിന് പ്രേമമാണെന്ന്. അത് കേട്ട് കണ്ണനും മഹാലക്ഷ്മി ആകെ ഷോക്കാവുന്നുണ്ട്. മിക്കവാറും മേഘൻ്റെ എല്ലാ കള്ളക്കളിയും അവൾക്ക് മനസ്സിലായി കാണും. അവനേക്കായും എന്തുകൊണ്ടും ഭേദം സാഗറാണെന്നുള്ള കാര്യം മനസ്സിലായതിന് ശേഷമായിരിക്കും ഇങ്ങനൊരു അടുപ്പം തുടങ്ങിയതെന്ന് കണ്ണൻ തിരിച്ചു പറയുന്നു. ദേ കണ്ണ, ചുമ്മാ അനാവശ്യമൊന്നും പറയരുത് എൻ്റെ മേഘനെ പറ്റി. ഇപ്പം തന്നെ മേഘൻ ആ സാഗർ എന്ന് പറയുന്നവനെ നേരിൽ കണ്ട് രണ്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഒരുങ്ങിയതാ. അപ്പോഴാണ് അറിയുന്നത് അവൻ മാർക്കോയുടെ കൂടെയാണ് താമസിക്കുന്നതെന്ന്. മാർക്കോയുടെ കൂടെ താമസിക്കുന്നവൻ്റെ കൂടെ എങ്ങനെ പോയി കാര്യം തിരക്കാനാ?
അവനെൻ്റെ കുഞ്ഞിനെ എടുത്തിട്ട് അടിക്കത്തില്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നുണ്ട്, മാർക്കോയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട, ആ കാര്യങ്ങൾ ഞാൻ തന്നെ തിരക്കി അറിഞ്ഞ് ക്ലിയർ ചെയ്തോളാം എന്ന് വാക്ക് കൊടുക്കുന്നു. അതിനി വെച്ച് താമസിപ്പിക്കരുത്, എത്രയും പെട്ടെന്ന് ആ സാഗറിനെ കണ്ട് മഞ്ജുവിൻ്റെ പിന്നാലെ നടക്കരുതെന്ന് പറഞ്ഞേക്കണം എന്ന് മേഘം പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ പറഞ്ഞേക്കാം, പക്ഷേ മഞ്ജുവിന് ആരെയാണ് ഇഷ്ടം എന്നുള്ളത് വെച്ചായിരിക്കും നിൻ്റെ ഭാവി ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. മാർക്കോയെയും സാഗറിനെയും കണ്ടിട്ട് മഞ്ജുവിനെ എനിക്കൊന്ന് നേരി കാണണം, അവളുടെ വായാലെ എല്ലാ സത്യങ്ങളും എനിക്കറിയണം, എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്നുള്ള കാര്യം. അത് കേട്ട് മേഘൻ ഒന്ന് ഷോക്കാവുന്നു. ഒന്നാമതേ കണ്ണൻ എന്നെക്കുറിച്ച് 100 കൂട്ടം തെറ്റിദ്ധാരണകളുണ്ട്. ഇനി മഞ്ജുവിൻ്റെയും കൂടെ തിരക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ചുറ്റക്കളിയും അവൾ ഇവനോട് തുറന്നു പറയും. അതോടെ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നു. അതേസമയം ദുർഗാമ്മ പറയുന്നുണ്ട്, മോൻ വിഷമിക്കേണ്ട, ഇവൻ ചോദിച്ചേക്കാമെന്നല്ലേ പറഞ്ഞത്, ബാക്കി എന്ത് വേണമെന്ന് പിന്നെ ആലോചിക്കാം, തൽക്കാലം നീയും മഞ്ജും കൂടി വഴക്കൊന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അയക്കുന്നുണ്ട്. അതേസമയം മാർക്കോയെ കാണണമെന്ന് കണ്ണൻ വിളിച്ചറിയിക്കുന്നത് പ്രകാരം മാർക്കോ കണ്ണനെയും മഹാലക്ഷ്മിയും കാണാനായിട്ട് പുറത്തു വരുന്നു. കമലേശ്വരം വീട്ടിൽ വെച്ച് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദുർഗാമ്മയും ഉണ്ണിയും കരുണയൊക്കെ എങ്ങനെ ഇനി മാർക്കോയോട് പ്രതികരിക്കുമെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ കണ്ണൻ ഡയറക്റ്റായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചേക്കാം, അതിനുള്ള ഉത്തരം സത്യസന്ധമായി പറയണം എന്നൊക്കെ കണ്ണൻ പറയുന്നത് കേട്ടിട്ട് മാർക്കോ ചോദിക്കുന്നുണ്ട്, എന്തോ സീരിയസ് മാറ്റർ ആണെന്ന് തോന്നല്ലോ, അതല്ലേ കണ്ണൻ സാറ് എന്നെ ഇത്രയും അത്യാവശ്യമായിട്ട് വിളിച്ചു വരുത്തിയത്. അതെ, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. എൻ്റെ സഹോദരി മഞ്ജു, അവളെക്കുറിച്ച് നിനക്കറിയാവുന്നതല്ലേ. മഞ്ജു മേഘനെ കല്യാണം കഴിച്ചെങ്കിലും അവളുടെ വിവാഹ ജീവിതത്തിൽ എന്തൊക്കെയോ താളം തെറ്റലുണ്ടെന്ന് കുറേ നാളുകൊണ്ട് എനിക്ക് തോന്നിയതാണ്. ഇപ്പം അത് ഉറപ്പിക്കുന്ന മറ്റൊരു കാര്യം അറിഞ്ഞു. നിൻ്റെ പിന്നാലെ നടക്കുന്ന ആ സാഗറെന്ന് പറയുന്നതിനുമായിട്ട് മഞ്ജുവിന് പ്രേമത്തിലാണ് പോലും. മേഘനാൾ തീരെ ശരിയല്ല, അതുപോലൊക്കെ തന്നെയാണ് ആ സാഗറെന്ന് പറയുന്നവനും. അതുകൊണ്ട് സത്യം പറയണം, സാഗറും മഞ്ജുവുമായിട്ട് പ്രേമത്തിലാണോ, അതിന് മാർക്കോയുടെ ഒത്താശയോടെയാണോ അവർ തങ്ങളിൽ ഇഷ്ടപ്പെടുന്നത്? അന്നേരം മാർക്കോ പറയുന്നുണ്ട്, സത്യത്തിൽ അവർ തങ്ങളിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം എനിക്കറിയാം. ആ മേഘനാഥൻ മഞ്ജുവിനെ ചതിക്കുകയാണെന്നുള്ള കാര്യം അവൾ നേരിട്ട് തന്നെ കണ്ടുപിടിച്ചു. അതായത് അയാളുടെ ലിവിങ് ടുഗദർ ബന്ധത്തിലുള്ള ഒരു ഭാര്യയും കുഞ്ഞിനെയും കൈയോടെ പൊക്കിയപ്പോൾ. പക്ഷേ മേഘൻ അറിയത്തില്ല ആ സത്യങ്ങളെല്ലാം മഞ്ജു കണ്ടുപിടിച്ചെന്നുള്ള കാര്യം. അതോടെ അവനെ ഇഷ്ടമല്ലാണ്ടായി മാറി. സത്യം പറഞ്ഞാൽ മേഘൻ്റെ കള്ളക്കളിയെല്ലാം കണ്ടുപിടിക്കാൻ സഹായിച്ചത് സാഗറെന്ന് പറയുന്നവനാണ്. സാഗറിന് ഒരുപാട് മാറ്റമുണ്ട്. പണ്ട് മഹാലക്ഷ്മി മേഡത്തോട് ശല്യം ചെയ്ത ആളെ അല്ല, അവനിപ്പോൾ ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവൻ മഞ്ജുവിനെ സ്നേഹിക്കുന്നത് സത്യസന്ധമായിട്ടാണ്. മഞ്ജുവിനെ വിവാഹം കഴിച്ച് പൊന്നുപോലെ നോക്കണമെന്നും കുടുംബവും കുട്ടികളുമായിട്ട് താമസിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ കണ്ണൻ പറയുന്നു, എന്നിരുന്നാലും ഈ ചതി വേണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ ഉള്ളിൽ ഒരു ദുഷ്ട മനസ്സുള്ളവനാണ് എന്നാണ് അത് മുള പൊട്ടി വരിക എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് സാഗറിനെ വിശ്വസിക്കാനാകില്ല. മേഘനൊത്ത് കൂട്ടുചേർന്ന് നടന്നവനാണ്. എപ്പോൾ വേണമെങ്കിലും അവൻ്റെ സ്വഭാവം മാറാം. അങ്ങനെ അവൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ഞാനുണ്ട് സാറേ, അതുകൊണ്ട് കണ്ണൻ സാറ് പേടിക്കണ്ട. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും അവളുടെ ജീവിതം ഒന്ന് പരാജയപ്പെട്ടതാണ്. അടുത്തതും അതുപോലായി കഴിഞ്ഞാൽ ഒരിക്കലും അവൾക്ക് താങ്ങാനാകില്ല. എന്തൊക്കെ പറഞ്ഞാലും അവളൊരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ മാർക്കോ ഇതിന് കൂട്ടു നിൽക്കേണ്ടായിരുന്നു. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, മേഘനും മഞ്ജുവും തമ്മിലുള്ള വിവാഹം എനിക്കൊട്ടും പൊരുത്തപ്പെടാനാകുന്നതായിരുന്നില്ല. അതുപോലെ തന്നെയാണ് സാഗറും മഞ്ജുവും തമ്മിലുള്ള ബന്ധവും. എനിക്കത് ഉൾക്കൊള്ളാനാകുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ അവൻ്റെ സ്വഭാവം ശരിക്കും മാറിയിട്ടുണ്ടാകാം. അതൊന്നും എനിക്കങ്ങോട്ട് വിശ്വാസമാകുന്നില്ല. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, സാഗറിൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ടെന്ന് എന്ന് സാറിനും മേഡത്തിനും ബോധ്യമാകുന്നു. അന്ന് മാത്രം മഞ്ജുവും സാഗറും തമ്മിലുള്ള അടുപ്പത്തെ പ്രോത്സാഹിപ്പിച്ചാൽ മതി. സാറിന് സാഗറിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ഈ ബന്ധത്തെ എതിർത്താലും ഞാൻ പറഞ്ഞ് സാഗറിനെ തിരുത്തിക്കോളാം എന്നൊക്കെ വാക്ക് കൊടുക്കുന്നു. അങ്ങനെ രണ്ടു കൂട്ടരും ഒരല്പം വിഷമത്തോടെ സംസാരിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.